ഓരോ ഭക്ഷണവും മരുന്നും ഉപയോഗിക്കുമ്പോൾ ശരീരം ചില ലക്ഷണങ്ങൾ കാണിക്കുന്നു. ഈ ലക്ഷണങ്ങൾ ഒരു വ്യക്തിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. ഉദാഹരണത്തിന്, ഒരു മരുന്നോ ഭക്ഷണമോ കഴിച്ച് ശരീരത്തിൽ അത് ദഹിച്ചു കഴിഞ്ഞാലും ശരീരത്തിന് വല്ല ബുദ്ധിമുട്ടും ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നു എങ്കിൽ മിതമായ രീതിയിൽ ആണത് ശരീരത്തെ സ്വാധീനിച്ചത്. അതല്ല, അതിന്റെ സ്വാധീനമായി ഉഷ്ണം, തണുപ്പ്, ഡ്രൈനസ്, വെറ്റ് തുടങ്ങിയ സ്വാധീനങ്ങൾ ചെറിയ രീതിയിൽ ഉണ്ടാകുകയും 4 മണിക്കൂറിന് ശേഷം പൂർണ്ണമായി മാറുകയും ചെയ്യുമെങ്കിൽ അത് 1-ാം ഡിഗ്രിയിലുള്ള ഉഷ്ണം, ഡ്രൈ, തണുപ്പ്, വെറ്റ് സ്വഭാവമുള്ളതായി കണക്കാക്കുന്നു. സ്വാധീനം കുറച്ച് കൂടുതലായും 8 മണിക്കൂറിൽ കൂടുതലായി ശരീരത്തിൽ നിലനിൽക്കുകയും ശരീരത്തിന് കേടുപാടുകൾ ഉണ്ടാക്കാതിരിക്കുകയുമാണെങ്കിൽ അത് 2nd ഡിഗ്രി ഘടനയുള്ളതായാണ് അറിയപ്പെടുന്നത്. കഴിച്ച പദാർത്ഥം ശരീരത്തിൽ വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കുകയും 18 മണിക്കൂറിൽ കൂടുതൽ ശരീരത്തിൽ നിലനിൽക്കുകയും എന്നാൽ ജീവൻ ഹാനികരമാകാതെയുമുണ്ടെങ്കിൽ അത് 3-ാം ഡിഗ്രിയിലുള്ള ഘടനയിലുള്ളതായാണ് കണക്കാക്കുന്നത്. അവസാനമായി, ഉപയോഗിച്ച പദാർത്ഥം അരമണിക്കൂറിനു ശേഷമോ 1 മണിക്കൂറിനു ശേഷമോ തീവ്രമായ പ്രതിക്രിയകൾ ഉണ്ടാക്കുകയും ജീവൻ ഭീഷണിയാവുകയും ചെയ്താൽ അത് 4-ാം ഡിഗ്രി ഘടനയുള്ളതായാണ് അറിയപ്പെടുന്നത്. ഭക്ഷണവസ്തുക്കളുടെ അല്ലെങ്കിൽ മരുന്നുകളുടെ ഫലങ്ങളുടെ തീവ്രത ഒരു വ്യക്തിയുടെ ദേഹഘടനയും ആരോഗ്യവും ആശ്രയിച്ചിരിക്കുന്നു. ആയുർവേദത്തിലെയും യുനാനി മെഡിസിൻ സിസ്റ്റത്തിലെയും ത്രിദോഷ ഇഖ്ലാത്ത് സിദ്ധാന്തം അനുസരിച്ച് ഒരു വ്യക്തിയുടെ ആരോഗ്യം വാതം, പിത്തം, കഫം എന്നീ 3 ദോഷങ്ങളുടെ ശരിയായ സംയോജനത്തോടു കൂടിയുള്ള പ്രവർത്തനത്തെ ആശ്രയിച്ചായിരിക്കും. ഭൂതകാലത്തെ ഈ ശിവൈദ്യന്മാരുടെ ഈ സിദ്ധാന്തം ഇന്നത്തെ ജൈവശാസ്ത്രത്തിലെ കോശപഠനങ്ങളുമായി സാദൃശ്യമുള്ളതാണ്. മൈക്രോബയോളജിയുടെ പഠനം ഓരോ ജീവകണവും സ്വയം ഒരു യൂണിവേഴ്സ് ആണെന്ന് പറയുന്നു. ഓരോ കോശത്തിനുള്ള ഊർജം വ്യത്യസ്ത ഭക്ഷണ ഘടകങ്ങളെ ATP, അഡിനോസിൻ ട്രിഫോസ്ഫേറ്റ് ADP, അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് മുതലായ ഘടകങ്ങളാക്കി മാറ്റുന്നതിലൂടെയാണ് ലഭിക്കുന്നത്. ഈ രാസവസ്തുക്കളുടെ അവസ്ഥ സുസ്ഥിരമായി നിലനിൽക്കുന്നത് വരെ കോശാരോഗ്യവും നിലനിൽക്കും. ഇവയിൽ അസംതുലനമുണ്ടാകുമ്പോഴാണ് രോഗങ്ങൾ വരുന്നത്.